അതെ, ഒട്ടുമിക്കരോടും ഞാൻ ഉറക്കത്തെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. എപ്പോഴാണ് ഉറങ്ങുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ നൈറ്റ് 12 മണിക്ക് ശേഷമാണ് ഉറങ്ങാൻ തുടങ്ങുന്നത് തന്നെ. ഈ നൈറ്റ് 12 മണിക്ക് ശേഷമുള്ള ഉറക്കം എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ ബാഡ് ഹാബിറ്റ്. ഇത് നമ്മുടെ ഹൃദയത്തിനെ അപകടകരമായിട്ടൊരു അവസ്ഥയിലേക്കാണ് എത്തിക്കുക എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നല്ല രീതിയിൽ വ്യായാമം ചെയ്യുന്നവർ, അതുപോലെ നല്ല രീതിയിൽ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർ, മെഡിക്കേഷൻസ് എടുക്കുന്നവർ പോലും 50 വയസ്സിനുള്ളിൽ തന്നെ ഹൃദയസ്തംഭനം മൂലം മരിക്കുന്നുണ്ട്. പ്രധാന കാരണം എന്ന് പറയുന്നത് ഹൈ കൊളസ്ട്രോളോ ബ്ലഡ് പ്രഷറോ ഡയബറ്റീസോ ഇത് മാത്രമല്ല. ഈ ഉറക്കക്കുറവും അതുപോലെ തന്നെ അമിതമായിട്ടുള്ള സ്ട്രെസ്സും കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ ഒരു ബയോളജിക്കൽ ക്ലോക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ചാണ് പ്രവർത്തിക്കുക. 10 മുതൽ 12 മണി വരെയുള്ള ഉറക്കം എന്ന് പറയുന്നത് ആ സമയത്താണ് നമ്മുടെ ഹൃദയത്തിന് വേണ്ട റിപ്പയറും അതുപോലെ മെയിൻ്റനൻസ് വർക്കൊക്കെ നടക്കുന്നത്. അതായത് നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു വിശ്വസ്തമായിട്ടുള്ള ഒരു അവയവമാണ്. അപ്പോൾ ഇതിന് വേണ്ട ഒരു സമയം എന്ന് പറയുന്നത്, നമ്മൾ കൊടുക്കേണ്ട സമയം എന്ന് പറയുന്നത് നമ്മൾ ഈ ഉറങ്ങുന്ന സമയത്താണ് ഇത് നടക്കുള്ളൂ. അപ്പോൾ നമ്മൾ ശരിയായിട്ട് ഈ സമയത്ത് കൃത്യമായിട്ട് ഉറങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ ഹൃദയത്തിന് വേണ്ട വിശ്രമമോ അതുപോലെ തന്നെ അതിന് സെൽഫ് ഹീലിംഗ് ചെയ്യാനുള്ള ഒരു സമയവും ഇതിന് കിട്ടില്ല. മൂലം ഹോർമോൺ ഇംബാലൻസ്, അതുപോലെ തന്നെ ഹൈ ബ്ലഡ് പ്രഷർ, അപ്രതീക്ഷിതമായിട്ടുള്ള ഹൃദയാഘാതം ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടും. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ഉറങ്ങണമെന്നുണ്ടെങ്കിൽ കോർട്ടിസോൾ, അതായത് സ്ട്രെസ് ഹോർമോൺ ആണ്, അതാണ് നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് നിൽക്കുക. അത് നമ്മുടെ ഹൃദയത്തിന് ഒരു സമ്മർദ്ദം പോലെയായിട്ടാണ് നിലനിൽക്കുക. അങ്ങനെയാണ് നമുക്ക് പതുക്കെ പതുക്കെ ഹൈ ബ്ലഡ് പ്രഷർ ഒക്കെ ആയിട്ട് നമ്മൾ മാറി അപ്രതീക്ഷിതമായിട്ടുള്ള ഹൃദയസ്തംഭനം കാര്യങ്ങളൊക്കെ സംഭവിക്കുക. അപ്പോൾ സൊല്യൂഷൻ വളരെ സിമ്പിളാണ്. ഒരു 11 മണിക്ക് മുൻപായിട്ടെങ്കിലും ഉറങ്ങാൻ ശ്രമിക്കുക. 7-8 മണിക്കൂർ നമുക്ക് ക്വാളിറ്റിയുള്ള ഉറക്കം കിട്ടുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്, നമുക്ക് ജിമ്മും സപ്ലിമെന്റ്സും ഡയറ്റും എല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ പ്രോപ്പർ ആയിട്ടുള്ള സ്ലീപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ യുവർ ഹാർട്ട് നെവർ ഗെറ്റ്സ് റിയൽ പ്രൊട്ടക്ഷൻ.